ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 1.1-ലെ 3 ക്വസ്റ്റ്യൻ ആണ്. ആദ്യം 5th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചെക്ക് വെദർ 6n ക്യാൻ എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0 ഫോർ എനി നാച്ചുറൽ നമ്പർ n. നമുക്ക് 6n തന്നിട്ടുണ്ട്. ഇതിൽ എന്നിൻ്റെ സ്ഥാനത്ത് എനി നാച്ചുറൽ നമ്പർ കൊടുത്താൽ, ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും 0 കിട്ടും. അതായത് എൻഡ് ചെയ്യുന്ന പ്ലേസിൽ, അതായത് വൺസിൻ്റെ പ്ലേസിൽ 0 കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? എന്നിൻ്റെ സ്ഥാനത്ത്, അതായത് 6n-ലെ എന്നിന് നാച്ചുറൽ നമ്പർ, ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും വൺസിൻ്റെ പ്ലേസിൽ 0 കിട്ടുന്ന ഒരു ഡിജിറ്റ് കിട്ടും. ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസറിൽ നമ്മൾ എടുക്കുന്ന ഡിവിസിബിലിറ്റി റൂളാണ്. ബൈ divisibility rule പ്രകാരം we know that if any number ends with the digit 0, ഏത് നമ്പറും 0-യിൽ അവസാനിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2 and 5. അത് എന്തായിരിക്കണം? 2 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ക്ലിയർ ആണല്ലോ? ഡിവിസിബിലിറ്റി റൂൾ പ്രകാരം വൺസിൻ്റെ പ്ലേസിൽ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് 0-യിൽ എൻഡ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? 2 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 6n ഫാക്ടേഴ്സ് എടുത്ത് നോക്കിക്കുക. 2 into 3 ആണ്. വേറെ ഒരു ഫാക്ടേഴ്സും വരില്ല. കാരണം എപ്പോഴും നമ്മൾ ഫണ്ടമെൻ്റൽ അരിത്തമെറ്റിക് തിയറം പ്രകാരം എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് യുണീക്കാണ്. മനസ്സിലായോ? 2 into 3 മാത്രമേ 6-ന് ഫാക്ടേഴ്സായി വരുള്ളൂ. അപ്പോൾ ഇതിൽ നോക്കിക്കുക, ഇതിൽ 2ഉം 5ഉം 2 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ടോ? ഇല്ല. 2 കൊണ്ട് 5 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വൺസിൻ്റെ പ്ലേസിൽ 0 വരുള്ളൂ, അല്ലെങ്കിൽ 0-യിൽ എൻഡ് ചെയ്യുന്നൊരു ഡിജിറ്റ് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് എന്താണ്, ഈ 6n-ലെ എന്നിന് ഏത് നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുത്താലും എന്ത് ചെയ്യില്ല, കിട്ടില്ല? വൺസിൻ്റെ പ്ലേസിൽ 0 കിട്ടില്ല. ക്ലിയർ ആണല്ലോ? കാരണം 2ഉം 5ഉം ഫാക്ടറായിട്ട് വരണം. അതായത് 2ഉം 5ഉം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തുണ്ടാവണം? അത് ഫാക്ടേഴ്സിൽ വരണം. മനസ്സിലായോ? നൗ വി വിൽ ഒബ്സർവ് ദാറ്റ് ഫോർ എനി വാല്യൂ ഓഫ് എന്നിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും 6n ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് 5 ഫാക്ടേഴ്സായി വന്നിട്ടില്ല. Therefore 6n cannot end with the digit 0 for any natural number n. അതായത് അതുകൊണ്ട് എന്താണ്, എന്നിന് ഏത് നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുത്താലും എന്ത് കിട്ടില്ല? 0-യിൽ എൻഡ് ചെയ്യുന്ന ഒരു ഡിജിറ്റ് നമുക്ക് കിട്ടില്ല. ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം. ഈ ഡിവിസിബിൾ ബൈ 2 and 5 എന്ന് പറയുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. വൺസിൻ്റെ പ്ലേസിൽ 0 വരുന്ന കുറച്ച് നമ്പേഴ്സ് എടുക്കാം. 10, 30, 200. നമുക്ക് നോക്കാം. 10-ന് നോക്കിക്കേ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരണത് കേട്ടോ. 10-ന് 2, 5, 1. കണ്ടോ? ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? 2ഉം 5ഉം 1 വന്നിരിക്കുന്നത്. 30-ന് നോക്കിക്കേ, 2, 50, 3, 5, 1. കണ്ടോ? 2ഉം 5ഉം ഇതിലും വന്നിട്ടുണ്ട്. 200, 250, 2, 25, 2, 12, 5, 1. കണ്ടോ? 2ഉം 5ഉം ആണ് ഇതിൽ ഫുള്ളും വന്നിരിക്കുന്നത്. കണ്ടോ? അതായത് 2ഉം 5ഉം ഫാക്ടറായി വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൽ ഡിവൈഡ് ചെയ്യാൻ, 2 കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് 0-യിൽ എൻഡ് ചെയ്യുന്ന ഒരു ഡിജിറ്റ് കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് എന്താ, 6-ൽ നമുക്ക് 2ഉം 3ആണ് ഫാക്ടർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതിൽ നമുക്ക് 2 കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 0-യിൽ എൻഡ് ചെയ്യുന്ന ഒരു ഡിജിറ്റ് നമുക്ക് ആൻസറായി കിട്ടില്ല. ക്ലിയർ ആണല്ലോ? ഇതിൽ നമുക്ക് ഇപ്പം ഞാൻ നോക്കിക്കേ, ഇതിലൊരു 4n ഇതിൽ നമുക്ക് കിട്ടുമോ? 0-യിൽ എൻഡ് ചെയ്യുന്ന ഡിജിറ്റ് കിട്ടുമോ? 4-ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 into 2 n അല്ലേ? അപ്പോൾ ഇതിൽ 5 ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് 4n-ലും എന്നിന് ഏത് നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുത്താലും എന്ത് കിട്ടില്ല? നമുക്ക് 0-യിൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ കിട്ടില്ല. ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാട്ടോ, 4n എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. 6th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Explain
y 7 into 11 into 13 plus 13 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite numbers. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? അതായത് നമുക്കൊരു രണ്ട് നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആക്കി അവർ തന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വൈ ഇത് കോമ്പോസിറ്റ് നമ്പേഴ്സ്, അതായത് ഇത് രണ്ടും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അപ്പോൾ നമുക്ക് എന്താണ് അറിയേണ്ടത്? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. 2 or more ഫാക്ടേഴ്സ് ഉള്ളതൊക്കെ എന്താണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് 2 or more ഫാക്ടേഴ്സ് ഉണ്ടോ നോക്കിയാൽ പോരെ. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. 7 into 11 into 13 plus 13. ഇത് നമുക്ക് കോമ്പോസിറ്റ് നമ്പർ ആണോ നോക്കണം അല്ലേ? ഇതിൽ എത്ര ടേമുണ്ട്? 2 ടേമുണ്ട്. അതായത് പ്ലസും മൈനസാണ് ടേമുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടേമാണ്, ഇത് വേറൊരു ടേമാണ്. അപ്പോൾ ഈ 2 ടേമിലും കോമൺ ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കണം, കോമൺ ആക്കി എടുക്കണം. അതായത് ഇതിൽ 13 ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലെടുത്തു 7 into 11 plus 13 കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് ബാക്കി എന്തുണ്ട്? ഇവിടെ 1 ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 13 into 7 into 11 77 plus 1, അതായത് 13 into 78. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 78ൻ്റെ ഫാക്ടർ കാണണം. 78നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 3 9 3 1 3 13 1 അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് 13 into 2 into 3 into 13 into 1 എന്ന് നമുക്ക് എഴുതാം. നോക്കിക്കേ, 2 or more ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഇല്ലേ? അപ്പോൾ ഇത് എന്താണ്? ഇതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. ക്ലിയർ ആണല്ലോ? കോമ്പോസിറ്റ് നമ്പറാണ്. നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്തു? 2 or more ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ ഇതിനെ 2 or more ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5. ഇതിൽ ഫസ്റ്റ് ടേം ഏതാണ്? ഇതാണ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം ഇതാണ്. കാരണം പ്ലസും മൈനസാണ് ടേമുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇതിൽ കോമൺ ആയിട്ട് എന്താണുള്ളത്? 5 ആണുള്ളത്. അപ്പോൾ 5 കോമൺ ആയിട്ട് എടുത്തു. 7 into 6 into 4 into 3 into 2 into 1 plus 1. കാരണം എന്താ? 5 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1008 പ്ലസ് 1, അതായത് 5 into 1009 കിട്ടും. ഈ 1009 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. മനസ്സിലായോ? പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്താ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1ഉം ആൻഡ് ഇറ്റ് സെൽഫ്, ആ നമ്പറും 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിതിനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 5 into 1 into 1009. അപ്പോൾ 2 or more ഫാക്ടേഴ്സ് ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? ഈ നമ്പർ എന്താണ്? കോമ്പോസിറ്റ് നമ്പറാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിന് രണ്ടിനും നമ്മൾ ആൻസർ എഴുതുമ്പോൾ എന്ത് എഴുതണം? ഇറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ക്ലിയർ ആണല്ലോ? കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് നമുക്ക് തെളിയിക്കാൻ 2 or more ഫാക്ടേഴ്സ് ആണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ടേമുകളെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? പ്ലസും മൈനസും മാത്രമാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻറ്റു ഒരിക്കലും ടേമിനെ സെപ്പറേറ്റ് ചെയ്യില്ല. അത് നമ്മൾ എപ്പോഴും ഓർമ്മയുണ്ടാവണം. ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കും. നമുക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7th ക്വസ്റ്റ്യൻ ആണിത്. ഞാൻ വായിക്കാട്ടോ. ദർ ഈസ് എ സർക്കുലർ പാത്ത് അറൗണ്ട് എ സ്പോർട്സ് ഫീൽഡ്. ഒരു സർക്കുലർ പാത്തിലുള്ള ഒരു സ്പോർട്സ് ഫീൽഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോണിയ ടേക്സ് 18 minutes ടു ഡ്രൈവ് 1 round. സോണിയ ഇത് കൂടെ ഒരു റൗണ്ട് ഡ്രൈവ് ചെയ്യാൻ എത്ര മിനിറ്റ് എടുത്തു? 18 minutes എടുത്തു കേട്ടോ. ഇനി റൗണ്ട് ഓഫ് ദ ഫീൽഡ് വൈൽ രവി ടേക്സ് 12 minutes. രവിക്ക് എത്ര വന്നു? 12 minutes വന്നുള്ളൂ. മനസ്സിലായ? ഒരു റൗണ്ട് ഇത് സർക്കുലർ പാത്ത് പോവാൻ സോണിയയ്ക്ക് 18 minutesഉം രവിക്ക് 12 minutes ആണ് എടുത്തത്. സെയിം ഒറ്റ റൗണ്ട് കേട്ടോ. ഇനി സപ്പോസ് ദേ ബോത്ത് സ്റ്റാർട്ട് അറ്റ് ദ സെയിം പോയിന്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം. അതായത് ഈ നമ്മൾ പറഞ്ഞു സോണിയയ്ക്ക് 18 minutes എടുത്തു, രവിക്ക് 12 minutes എടുത്തു എന്ന് അല്ലേ? ഇനി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ 2 പേരും
ഒരുമിച്ച് ഒരേ സമയത്ത് എത്താനായിട്ട്, സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ ഒരേ സമയത്ത് ഒരുമിച്ച് എത്താനായിട്ട് എത്ര മിനിറ്റ് വേണ്ടി വരും? മനസ്സിലായോ? അത് ആൻഡ് ഗോ ഇൻ ദ സെയിം ഡയറക്ഷൻ ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ട് പോയിന്റ്. മനസ്സിലായോ? അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് ഒരുമിച്ച് എത്താനായിട്ട് എത്ര ടൈം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇപ്പോൾ ഒരു റൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് എത്തോ? ഇല്ല. കാരണം സോണിയ 18 മിനിറ്റ് ആകുമ്പോഴേ എത്തുന്നുള്ളൂ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ. രവിയോ 12 മിനിറ്റ് ആകുമ്പോഴേക്കും എത്തി. അപ്പോൾ സോണിയ എത്തണേക്കാൾ മുമ്പ് രവി രണ്ടാമത്തെ ഡ്രൈവിന് പോയി. മനസ്സിലായോ? അപ്പോൾ എപ്പോഴാണ് അവർ ഒരുമിച്ച് എത്തണേന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? LCM ആണ് കാണേണ്ടത് കേട്ടോ. LCM ആണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുമ്പ് ഏറ്റവും കുറവ് മിനിറ്റിൽ അവരെപ്പോഴാണ് എത്തുന്നത്? മനസ്സിലായോ? നമുക്ക് നോക്കാം, LCM നോക്കാം. 18ൻ്റെ LCM, 18ൻ്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കിക്കേ. 18ൻ്റെ ഫാക്ടേഴ്സ് 2, 9, 3, 3, 3, 1. അതായത് 2 × 3 സ്ക്വയർ. ഇനി 12ൻ്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കിക്കേ. 12ൻ്റെ ആവുമ്പോൾ 2, 6, 3, 3, 3, 1. അതായത് 12ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 × 2 കേട്ടോ, ഇവിടെ 3 ആണ്, 2 ആണ്. 2 6ൽ 3, 3. 2 സ്ക്വയർ × 3 × 1 × 1. ഇതാണ് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് 18ൻ്റെ ഫാക്ടേഴ്സ് ആണ്, 2 × 3 സ്ക്വയർ × 1. ഇത് 12ൻ്റെ ഫാക്ടേഴ്സ് ആണ്, 2 സ്ക്വയർ × 3 × 1. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ LCM എങ്ങനെ എടുക്കുക? LCM എങ്ങനെ എടുക്കേണ്ടത്? നമ്മൾ LCM ഗ്രേറ്റസ്റ്റ് പവറാണ് എടുക്കേണ്ടത് അല്ലേ? ഓരോ ഈച്ച് പ്രൈം ഫാക്ടറിൻ്റെയും ഗ്രേറ്റസ്റ്റ് പവറാണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 2ൽ 2 സ്ക്വയർ, 3ൽ 3 സ്ക്വയർ. 1 എടുത്താലും എടുത്തതിന് സെയിം ആണ്. അപ്പോൾ 2 × 2 4 × 3 × 3 9. അതായത് 36 മിനിറ്റിലാണ് എന്തുണ്ടാവുന്നത്? അവർ ഒരുമിച്ച് ഒരേ സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നത്. മനസ്സിലായോ? 36 മിനിറ്റിൽ ഇവർ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 36 മിനിറ്റിൽ അവർ എന്തുണ്ടാവും? ഒരുമിച്ച് ഒരേ സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തും. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി ഇത് ഞാൻ വേറൊരു ഐഡിയയിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം കേട്ടോ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ, സോണിയ 18 മിനിറ്റ് ആണ്, രവി 12 മിനിറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. സോണിയ, രവി, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഡ്രൈവിൽ 18 മിനിറ്റ് സോണിയയ്ക്ക്, രവിക്ക് 12 മിനിറ്റ്. നമുക്ക് LCM ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 36 മിനിറ്റ് വേണമെന്ന് പറഞ്ഞു അവർ ഒരുമിച്ച് എത്താനായിട്ടല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡ്രൈവിൽ 18 മിനിറ്റ്, സെക്കൻഡ് ഡ്രൈവിൽ 12 മിനിറ്റ്. ഇനി ഫസ്റ്റ് രവിക്ക് 12 മിനിറ്റും സോണിയയ്ക്ക് 18 മിനിറ്റും. ഇനി സെക്കൻഡ് ഡ്രൈവിലാണെങ്കിലോ, സെക്കൻഡ് ഡ്രൈവിൽ സോണിയയ്ക്ക് എന്താ? 18 + 18 എത്രയായിരിക്കും? 8 × 6 36. കണ്ടോ? 36 മിനിറ്റിൽ സോണിയ സെക്കൻഡ് ഡ്രൈവ് ഫിനിഷ് ചെയ്യും. മനസ്സിലായോ? സോണിയ സെക്കൻഡ് ഡ്രൈവിൽ 36 മിനിറ്റിലാണ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി രവിയോ? രവി സെക്കൻഡ് ഡ്രൈവിൽ എന്താണ്? 12 + 12 24 ആണ്. മനസ്സിലായോ? 24 മിനിറ്റിലാണ് സെക്കൻഡ് ഡ്രൈവ് പൂർത്തീകരിക്കണേ. പിന്നെ 12 + 12 + 12 അങ്ങനെയാണെങ്കിൽ എന്താണ്? 36. കണ്ടോ? അപ്പോൾ 36 മിനിറ്റ് ആവുമ്പോൾ എന്താണ്? 36 മിനിറ്റിൽ രണ്ടുപേരും സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. പക്ഷേ അപ്പോഴേക്കും സോണിയ 2 റൗണ്ട് ഡ്രൈവ് ചെയ്യും, രവിയോ 3 റൗണ്ട് ചെയ്യും. മനസ്സിലായോ? അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് മുമ്പ്, അതായത് സെയിം ടൈമിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തണമെങ്കിൽ സോണിയ 2 റൗണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും രവി 3 ടൈം റൗണ്ട് ചെയ്യും. ക്ലിയർ ആണോ? അങ്ങനെയാണ് നമ്മൾ LCM എടുത്തു. അതായത് ഏറ്റവും കുറവ് സമയത്ത് ടൈമിൽ അവരെത്തുമ്പോഴേക്കും സോണിയ 2 പ്രാവശ്യം ഡ്രൈവ് ചെയ്യും, രവി 3 പ്രാവശ്യം ഡ്രൈവ് ചെയ്ത് അവിടെ എത്തും. 36 മിനിറ്റിലാണ് ഇത് രണ്ടും സംഭവിക്കുന്നത്.
ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നമ്പർ 7 ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.